അണ്ണൻ അറിഞ്ഞോ? എന്താ? അച്ഛനും അമ്മയും കൂടെ അണ്ണന്റെ കല്യാണക്കാരെ നിശ്ചയിച്ചു. 5 തെങ്ങിലെ കാളിച്ചേച്ചിയെ അടുത്ത മാസം ഞങ്ങൾ പോയി പുടവ കൊടുക്കും. അണ്ണൻ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഒന്ന് അകത്ത് പോവച്ചു ദേവി. ഞാൻ ഇനി അണ്ണനോടൊന്നും പറയില്ല. ചെറുക്കന്റെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. വരണം വരണം വരണം. നമസ്കാരം. പിരിക്കോടെ എല്ലാവർക്കും അകത്തോട്ടിരിക്കും. സാണു ഇപ്പൊ പള്ളിക്കൂടം നടത്തുന്നില്ലേ? തൽക്കാലം നിർത്തി വെച്ചിരിക്ക. ഇനി തുടങ്ങും. ആ കല്യാണമൊക്കെ അല്ലേ? മുഹൂർത്തം കൊള്ളട്ടെ, സമയമായി. മുഹൂർത്തം കൊള്ളട്ടെ, മുഹൂർത്തം കൊള്ളട്ടെ, മുഹൂർത്തം കൊള്ളട്ടെ. പെണ്ണിന് പുടവ കൊടുക്കട്ടെ, പെണ്ണിന് പുടവ കൊടുക്കട്ടെ, പെണ്ണിന് പുടവ കൊടുക്കട്ടെ. പെണ്ണിന് പുടവ കൊടുക്കുന്നു. മക്കൾ ഇവിടെ വന്നിരിപ്പുണ്ടോ? വാ, വന്ന് എന്തെങ്കിലും കഴിക്കേ. എനിക്കൊന്നും വേണ്ടമ്മേ. മോൻ ഇന്ന് തന്നെ പോയാ കാളിയെ കൂട്ടിക്കൊണ്ട് വരണം. പുടവ കൊടുക്കാൻ പെങ്ങന്മാർ മതി, പക്ഷെ പാണിഗ്രഹണത്തിന് നീ തന്നെ പോകണ്ടേ? വിവാഹം കഴിഞ്ഞിട്ട് നീ അവളുടെ മുഖത്ത് പോലും ഒന്ന് നോക്കിയില്ലല്ലോ. ഇല്ലെങ്കിൽ അവളുടെ ദുഃഖം ഈ തറവാട്ടിന്മേൽ ഒരു ശാപമായി വീഴും. അവൾ ദുഃഖിക്കാതിരിക്കുകയല്ലേ അമ്മയ്ക്ക് ആവശ്യം? ശരി.